യേശുവിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈശോ വളരെ വ്യക്തമായിട്ട് തന്നെക്കുറിച്ചും തൻ്റെ വചനങ്ങളെക്കുറിച്ചും നമ്മൾക്ക് മുന്നറിയിപ്പ് നൽകിയതിന് ശേഷമാണ് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നത്. ആ തിരുവചന ഭാഗം നമുക്കിന്ന് ധ്യാനാത്മകമാക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 38-ാം തിരുവചനം. പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെപ്പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോട് കൂടെ വരുമ്പോൾ ലജ്ജിക്കും. യേശുക്രിസ്തുവിനെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും ഉള്ള വ്യക്തമായ മുന്നറിയിപ്പാണ് കർത്താവ് നമ്മൾക്ക് നൽകിയിരിക്കുന്നത്. യേശുക്രിസ്തുവിനെക്കുറിച്ചും അവൻ്റെ തിരുവചനത്തെക്കുറിച്ചും ലജ്ജിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ പിതാവായ ദൈവത്തിൻ്റെ മുന്നിൽ വെച്ച് പുത്രനായ ഈശോ മിശിഹായും അവനെക്കുറിച്ച് ലജ്ജിക്കും. ആകയാൽ സഹോദരരെ, തിരുവചനം ശ്രവിക്കുമ്പോഴും തിരുവചനം വായിക്കുമ്പോഴും യേശുക്രിസ്തുവിനെക്കുറിച്ച് മറ്റൊരാളോട് പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഈശോയെക്കുറിച്ചുള്ള ചിന്തകൾ വരുമ്പോഴും സ്വയം ലജ്ജിക്കാതിരിക്കാൻ ശ്രമിക്കുക. നാണക്കേട് വിചാരിച്ച് വേറൊരാളുടെ അടുക്കൽ ഈശോയെക്കുറിച്ച് പറയാതിരിക്കാൻ ശ്രമിക്കരുത്. ധൈര്യത്തോടെ യേശുവിനെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. സ്വർഗം സന്തോഷിക്കുന്ന നിമിഷമാണത്. ഈ തിരുവചനം നിങ്ങൾക്ക് സുവിശേഷ വേല ചെയ്യുവാൻ, സുവിശേഷം ലോകമെങ്ങും പ്രചരിപ്പിക്കുവാനുള്ള കരുത്തേകുന്ന വചനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.